അമേരിക്കൻ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വീട് വാങ്ങുക, ഇവിടെ സെറ്റിലാവുക, ഒരു വിധത്തിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കുക, ഇതൊക്കെയാണ്. അപ്പം അവിടം വരെ എത്തണമെങ്കിൽ ഉണ്ടാകുന്ന പാടുപീടുകൾ എത്രയെന്ന് പലർക്കും അറിയില്ല. പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക്. നമ്മുടെ നാട്ടിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ എത്തിപ്പെട്ടാൽ മതി, ഇവിടെ നിന്ന് ഡോളർ പറിച്ചെടുക്കാം, വളരെ ഈസിയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് നാട്ടിലൊക്കെ ഉള്ളവർക്കുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കടുത്ത തണുപ്പും സ്നോയും, പിന്നെ ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാനുള്ള വിഷമതകൾ. ഇപ്പോൾ ഡോക്ടർമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയോ വർഷമെടുക്കും അവർ പരീക്ഷകളൊക്കെ പാസ്സായി ഡോക്ടറായി തീരാനായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നാൽ കഷ്ടപ്പാടിൻ്റെ ഒരു കാലമാണ് ആദ്യത്തെ കുറേ വർഷങ്ങൾ. 5 വർഷം 10 വർഷം, ചിലർക്ക് അതിൽ കൂടുതലെടുത്തുനിന്ന് വരും. പിന്നെ ഈ വിസയിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഗ്രീൻ കാർഡൊക്കെ ആകാനുള്ള പ്രയാസം. ഇങ്ങനെ നാനാവിധ വിഷമതകൾ ഇതെല്ലാം സഹിച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പരുവത്തിലെത്തുന്നത്. ആ ഒരു പരുവത്തിലെത്തിയതിന് ശേഷം പിന്നെ ആഷ് പുഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പം നമ്മളെയാണ് നാട്ടുകാർ കാണുന്നത്. അപ്പോൾ അവർ വിചാരിക്കുമോ അമ്പടാ അവനൊക്കെ അവിടെ ചെന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, അവനൊക്കെ വലിയ പുള്ളികളായിരിക്കുന്നു. പക്ഷേ അവിടെ എത്തിപ്പെട്ടത് എങ്ങനെയെന്നുള്ള കാര്യം നാട്ടിലുള്ളവർക്ക് അജ്ഞാതമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വന്ന് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അത് നമ്മുടെ അംബാസഡർ TP ശ്രീനിവാസൻ പിന്നെ പറയാറുള്ളൊരു ഉപമ ഓർക്കുന്നു. അതായത് ആരോ നരകത്തിൽ ചെന്നു, പിന്നെ ടൂറിസ്റ്റുകളായിട്ട്. പിന്നെ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം വളരെ സുഖവും സന്തോഷകരവുമായിട്ട് തോന്നി. അപ്പം നേരെ മറിച്ച് അവർ മരിച്ചിട്ട് നരകത്തിൽ ചെന്നു. അപ്പോൾ ഉണ്ടാണ് കടുത്ത പീഡനങ്ങൾ. അപ്പോൾ ചോദിച്ചു അതെന്താ? പിന്നെ അന്ന് വന്നപ്പം വളരെ സുഖകരമായിട്ടുള്ള എല്ലാം നല്ല അനുഭവങ്ങളായിരുന്നുവല്ലോ. അപ്പോൾ പറഞ്ഞ മറുപടി, അന്ന് നിങ്ങൾ ടൂറിസ്റ്റായിരുന്നു, ഇപ്പം നിങ്ങളിവിടെ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, അതാണ് വ്യത്യാസം. അതുതന്നെ ഈ പിന്നെ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ കാണുമ്പോൾ വലിയ കെട്ടിടങ്ങളും വലിയ സൗകര്യങ്ങളും ഒക്കെ, നയാഗ്ര വെള്ളച്ചാട്ടം, ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. പക്ഷേ ഇവിടെ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാർക്ക് പിന്നെ അത്രയ്ക്ക് മലയാളികൾക്ക് ഈ പറയുന്ന അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു. പ്രധാനമായിട്ടുള്ള കാരണം നമ്മളൊക്കെ നല്ല വിദ്യാഭ്യാസത്തോട് വരുന്നവരാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമുണ്ട്. നേഴ്സുമാരായിട്ടും പിന്നെ പുരുഷന്മാരാണെങ്കിൽ ഏതെങ്കിലും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഇവിടെ വന്ന് ടെസ്റ്റ് എഴുതിയൊക്കെ പാസ്സാകാനായിട്ട് നമുക്ക് കഴിയും. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യൻസൊക്കെ വരുന്നത് ചെറിയ ജോലികളും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷേ അവരാണ് പിന്നീട് രക്ഷപ്പെടുന്നത്, അവരാണ് വലിയ പണക്കാരൊക്കെ ആയി മാറുന്നത്, ബിസിനസ്സൊക്കെ ചെയ്തത്. പിന്നെ അപ്പോൾ ഈ ആദ്യകാലത്തൊക്കെ ആളുകൾ അനുഭവിക്കുന്ന ആ ഡിപ്രഷൻ, ഒറ്റപ്പെടൽ, ഈ നാട്ടിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു നാട്ടിൽ നിന്ന് നമ്മളെ പറിച്ചെറിഞ്ഞ് വേറൊരിടത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ആദ്യകാലങ്ങളിലെ ബുദ്ധിമുട്ട് ഞാൻ പോലും ഓർക്കുന്നുണ്ട്. ഒരുവിധം ഞാൻ ചെയ്യുന്ന ജോലി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, എന്നാൽ പോലും അന്ന് നമ്മളെ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കുക, ഇതൊന്നും സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നൊന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് സന്തോഷം തോന്നുമായിരുന്നു എന്നുള്ള രീതി. അപ്പോൾ ഇങ്ങനെ പിന്നെ ആദ്യകാലങ്ങളിലെ വിഷമതകൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പിന്നെ ഓർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആ വാഷിങ്ടൺ DC വെടിവയ്പ്, അതിന് പിന്നിൽ പിന്നെ പ്രവർത്തിച്ച ആ അഫ്ഗാൻകാരൻ റഹ്മാനുള്ള ലക്കൻവാൾ, 29 വയസ്സ്. അപ്പോൾ അയാൾ അഫ്ഗാനിലായിരുന്നപ്പോൾ CIA ഒക്കെ സഹായിക്കുകയാണ് ചെയ്തത് അന്ന് താലിബാനെതിരെ. അപ്പോൾ താലിബാനും തീവ്ര മുസ്ലിമൊന്നും അല്ല, അതുകൊണ്ടാണല്ലോ CIA പിന്നെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നത്, അമേരിക്കയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതിന് പിന്നെ രംഗത്ത് വന്നത്. അങ്ങനെ അതിനെ നന്ദി സൂചകമായിട്ടാണ് അയാളെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് അധികം അയാളും ഭാര്യ 5 മക്കളുമുണ്ട്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അയാൾ ആകപ്പാടെ അങ്ങ് ഡിപ്രസ്ഡായി പോയിന്ന്. ഇവിടെ വന്ന് ഡിപ്രസ്ഡായി. പിന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പിന്നെ ഒരു ദിവസം സ്ഥിരമായിട്ട് ജോലിക്ക് പോവില്ല, വണ്ടി എടുത്തുകൊണ്ട് കറങ്ങും, എവിടെയെങ്കിലും പോയിട്ട് 1-2 ആഴ്ച കഴിഞ്ഞാണ് തിരിച്ചു വരിക. അപ്പോൾ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, ഭാര്യയ്ക്കും പിള്ളേർക്കും ഒന്നും അറിഞ്ഞുകൂടാ, ആരോടും മിണ്ടാട്ടമില്ല, ആഴ്ചകളോളം മുറിക്കുള്ളിൽ പിന്നെ അടച്ചിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അയാൾ തീവ്രവാദി ആയതെന്നാണ് പറയുന്നത്. അപ്പം അയാളുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ പിന്നെ FBI അന്വേഷിക്കുന്നുമുണ്ട്. ഇപ്പം അയാളുമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അയാളിങ്ങനെ തീവ്രവാദിയാകാൻ കാര്യമായത്. പക്ഷേ തീവ്രവാദി ആയതിനേക്കാളുപരി പിന്നെ ആ ഡിപ്രഷനും ആ പിന്നെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വന്ന് ചാടി എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, ഇവിടുത്തെ ഈ തണുപ്പും ഈ കഷ്ടപ്പാട്, ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും, പിന്നെ നമ്മുടെ ബന്ധുക്കളോ മിത്രങ്ങളോ ഇല്ല, നമ്മളെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല, നമുക്ക് ഒന്ന് ഇറങ്ങി നടക്കാനൊരു സംവിധാനമില്ല, ആരുടെയെങ്കിലും വീട്ടിലൊന്ന് പോകാനോ അല്ല സുഹൃത്തുക്കളുമായിട്ടൊന്ന് വെടി പറയാനോ ഉള്ള സംവിധാനങ്ങളില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങ് മാനസികമായിട്ട് അങ്ങ് തകരുന്നു. അപ്പോൾ അതാണ് അയാളുടെ കാര്യത്തിലും സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ തീവ്ര ചിന്താഗതികളൊക്കെ എങ്ങനെയോ വന്നു ചാടി. അവിടെ വെച്ചില്ലായിരുന്നതാണ്, അഫ്ഗാനിൽ വെച്ചില്ലായിരുന്നതാണ്, അഫ്ഗാനിൽ വെച്ച് മര്യാദക്കാരനായിരുന്ന ആളാണ് ഇവിടെ വന്നപ്പം ഇങ്ങനെയായി മാറി. അപ്പോൾ ഇതാണ് ഈ അമേരിക്കയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ.
പിന്നെ ആളുകൾ ഡിപ്രസ്ഡ് ആവുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതി വരുന്നു. അങ്ങനെയൊക്കെയുള്ള പിന്നെ പ്രശ്നങ്ങൾ ആളുകൾ നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ ഇയാളുടെ കാര്യത്തിൽ ഇയാൾക്ക് പിന്നെ കടലാസൊക്കെ ശരിയായി കിട്ടിയതാണ്, അഭയാർത്ഥിയായിട്ടുള്ള അനുവാദം കിട്ടിയതാണ്. അപ്പോൾ ജോലി ചെയ്യാം, പിന്നെ ഭാവിയിൽ ഗ്രീൻ കാർഡ് കിട്ടും. ഇയാളുടെ ഭാര്യയും മക്കളും കൂടിയുണ്ട്. അപ്പം അങ്ങനെ ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. ഒരു ജോലി ചെയ്ത് ആ മക്കളെയൊക്കെ ശരിക്കും നോക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞ് ആ ഒറ്റപ്പെടലും പിന്നെ മൊത്തത്തിലുള്ള ആ മാറ്റവും അത് അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ അത് നേരിടാനോ ഉള്ള കഴിവ് ഇല്ലാതായിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ പിന്നെ നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് ആദ്യകാലങ്ങളിലൊക്കെ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും ഡിപ്രഷനും. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പിന്നെ നമ്മുടെ സുമാ ട്രാവൽസിൻ്റെ അന്തരിച്ച സെബാസ്റ്റ്യൻ എന്നോട് പറയുമായിരുന്നു, 5 വർഷം കഴിഞ്ഞാൽ ആൾ മാറിപ്പോവും, പിന്നെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ. അതെ, 5-10 വർഷമൊക്കെ മിനിമം കഷ്ടപ്പാടിൻ്റെ കാലങ്ങളാണ്. കഷ്ടപ്പാടിനേക്കാൾ ഉപരി സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടിനേക്കാൾ ഉപരി ഇവിടെ പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇവിടെ നമ്മൾ പിന്നെ ഈ അന്തരീക്ഷവുമായിട്ട്, ഈ കാലാവസ്ഥയുമായിട്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഭാഷയുമായിട്ട്, ഇവിടുത്തെ ആളുകളുമായിട്ട് ഒക്കെ പൊരുത്തപ്പെട്ടു പോകാനുള്ള പിന്നെ ഒരു കാലം ആ ഒരു കാലാവധി. അപ്പം അത്രയും കാലമെങ്കിലും എടുക്കുന്നു. അത് പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ച്. ആദ്യകാലത്ത് നമ്മുടെ സംസാരം, ഭാഷ, നമ്മുടെ ഇംഗ്ലീഷ് ഇതൊന്നും അവർക്ക് മനസ്സിലായെന്നിരിക്കില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലായെന്നിരിക്കില്ല. അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെ. ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചാണ് നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളതിൽ നിന്നൊക്കെ മോചിതരായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്മളെയാണ് നാട്ടിലൊക്കെ ഉള്ളവർ കാണാറുള്ളത് കൂടുതലും. കാരണം ഈ ബുദ്ധിമുട്ട് കൂടുതലുള്ള കാലത്തൊന്നും നമ്മളൊന്നും നാട്ടിലേക്ക് പോകാറില്ലല്ലോ, അധികമൊന്നും പോകാറില്ലല്ലോ. എനിവേ, ഇയാളുടെ ഈ ദുരിത കഥ കേട്ടപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നിപ്പോയി. നമ്മളൊക്കെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അമേരിക്ക എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോളർ പഠിച്ചെടുക്കാം എന്നുള്ളൊരു സങ്കല്പം ആർക്കും വേണ്ട. അത് തന്നെയല്ല, ഇവിടെ ഉള്ളവരെല്ലാം ഡോളർ പറിച്ചെടുക്കുന്നവരാണ് എന്നുള്ളൊരു സങ്കല്പവും വേണ്ട. രണ്ടും ശരിയല്ല എന്ന് കരുതി ഡോളർ പറിച്ചെടുക്കുന്ന ചിലരുണ്ട്. അത് നാട്ടിലില്ലേ, നാട്ടിലെ പോലൊക്കെ തന്നെയേ ഉള്ളൂ ഇവിടെയും. അപ്പോൾ എല്ലാ രീതിയിലും പിന്നെ നാട്ടിലെ ജീവിതം പോലെ തന്നെയാണ് ഇവിടുത്തെ ജീവിതമെന്ന് പറയുന്നതാണ് സത്യം. അതാണ് വസ്തുത. ഇവിടെ പിന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. വേറൊരു സംസ്കാരവും നമ്മൾ വേറൊരു രാജ്യവുമാകുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കുകയും ചെയ്യും.